ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് AM ബിന്നു അവതരിപ്പിച്ചു. 48,54,74,840 രൂപ വരവും 48,43,94,840 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിൽ 12,80,000 രൂപ മിച്ചം പ്രതീക്ഷിക്കുന്നു. കാർഷിക ക്ഷീരമേഖലകൾക്കും വൃക്കരോഗികൾക്ക് ഡയാലിസിസ് ധനസഹായം ഉൾപ്പെടെ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ളതാണ് ബജറ്റ്. വൃക്കരോഗികൾക്ക് ഡയാലിസിസ് ധനസഹായം 10 ലക്ഷം രൂപ. കുമരകം, അതിരമ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവിതശൈലി രോഗ ക്ലിനിക്കുകൾ ആഴ്ചയിൽ 5 ദിവസം പ്രവർത്തിക്കും. ക്ഷീര കർഷകർക്ക് കച്ചി വാങ്ങുന്നതിന് ധനസഹായം. കുട്ടികളിൽ വായനാശീലം വളർത്താൻ സ്കൂൾ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ വാങ്ങി നൽകുന്നതിനുള്ള അക്ഷരമുറ്റം പദ്ധതി. വിത്ത് വിതയ്ക്കാനും മരുന്ന് തളിക്കാനും ഡ്രോൺ ഉപയോഗിക്കുന്നതിന് കർഷകർക്ക് ധനസഹായം. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കുമരകം, തിരുവാർപ്പ്, ഐമനം, ആർപ്പൂക്കര, നീണ്ടൂർ, അതിരമ്പുഴ എന്നീ പഞ്ചായത്തുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM ബിന്നു ബജറ്റിൽ അവതരിപ്പിച്ചത്. കുമരകം, തിരുവാർപ്പ്, ഐമനം, ആർപ്പൂക്കര, നീണ്ടൂർ, അതിരമ്പുഴ പഞ്ചായത്തുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള ബജറ്റ് ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ ബഹുമാന്യ സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു. കേരള പഞ്ചായത്ത് രാജ് നിയമചട്ടം 214 അനുശാസിക്കുന്ന പ്രകാരവും കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസൃതമായി തയ്യാറാക്കിയിട്ടുള്ള ഈ ബജറ്റിൽ 175 വകുപ്പ് പ്രകാരം വികസന പദ്ധതികൾക്കായി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് ലഭ്യമായിട്ടുള്ളതും 2025-26 സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്നതുമായ വരവുകളുടെയും തദനുസൃതമായ ചെലവുകളുടെയും വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കെട്ടിടമില്ലാത്ത അംഗൻവാടികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 10 ലക്ഷം രൂപയും വകയിരുത്തുന്നു. വൃക്കരോഗം എന്നത് വ്യാപകമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2 വൃക്കകളുടെയും പ്രവർത്തനം നിലയ്ക്കുന്നതോടുകൂടി ഒരു രോഗി ഡയാലിസിസിന് വിധേയനാവേണ്ടി വരുന്നു. വൃക്കരോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് വരുന്ന ഭാരിച്ച ചെലവ് പല കുടുംബങ്ങൾക്കും താങ്ങാൻ കഴിയുന്നില്ല. ആതുര സേവന രംഗത്ത് ധാരാളം മികച്ച മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ള ഈ ഭരണസമിതി ഡയാലിസിസിന് വിധേയരാകുന്ന നിർധനരായ രോഗികൾക്ക് ധനസഹായത്തിനായി ഈ ബജറ്റിൽ 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മുഴുവൻ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള 48,56,74,840 രൂപയുടെ വരവും 48,43,94,840 രൂപയുടെ ചെലവും 12,80,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ അധ്യക്ഷത വഹിച്ചു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 പദ്ധതി വർഷത്തിലേക്കുള്ള ബജറ്റ് ഇന്നിവിടെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 6 ഗ്രാമപഞ്ചായത്തുകളെ സ്പർശിക്കുന്ന തലത്തിലുള്ള ഒരു ബജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ അടിസ്ഥാന മേഖലയായിട്ടുള്ള കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ബജറ്റിൽ പ്രത്യേകം വിഹിതം വകമാറ്റിയിരിക്കുന്നു. നമുക്കറിയാം, കൃഷിയിലും പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ ഡ്രോണുകൾ ഉപയോഗിച്ച് വിത്തും വളവും നൽകുന്ന കൃഷിക്കാർ നമ്മുടെ ഇടയിൽ നിന്ന് വളർന്നു വന്നിട്ടുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ മിഷനറീസ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവർക്ക് ധനസഹായം വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ക്ഷീരമേഖലയിൽ നമ്മൾ കാലിത്തീറ്റ സബ്സിഡിയൊക്കെ എല്ലാ വർഷവും നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ വർഷം പുതിയതായിട്ട് കച്ചി പശുക്കൾക്ക് തീറ്റപ്പുല്ല് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോജക്റ്റ് മാറ്റിയിട്ടുണ്ട്. ആ കച്ചി നമ്മൾ തന്നെ കർഷകരിൽ നിന്ന് ശേഖരിക്കണമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. പുറത്തൊരു ഏജൻസിയിൽ നിന്നും കൊണ്ടുവരാതെ നമ്മുടെ തന്നെ കർഷകരിൽ നിന്ന് അത് കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പണം നമ്മുടെ കർഷകരിലേക്ക് എത്തിച്ചേരും. ആ രീതിയിൽ സംരംഭണം ആളുകളിലേക്ക് സംരംഭിച്ച് അത് എത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ ഇടപെടൽ നടത്തി വരുന്നുണ്ട്. നിർവഹണ ഉദ്യോഗസ്ഥരുമായി സെക്രട്ടറി സീന വി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം അധ്യക്ഷന്മാരായ ജെസി നൈനാൻ, KK ഷാജിമോൻ, കവിത മോൾലാലു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.